നമസ്കാരം. നടനും കൊല്ലം MLA-യുമായ മുകേഷിനെതിരെ വ്യാപക പരാതികൾ ഉയരുന്നതിന് പിന്നാലെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മുൻ ഭാര്യ സരിതയുടെ ഇന്റർവ്യൂ ആണ്. മന്ത്രി വീണ ജോർജ് ഇന്ത്യ വിഷനിൽ ജേർണലിസ്റ്റ് ആയിരുന്ന കാലത്ത് സരിതയുമായി ചെയ്ത മുഖാമുഖം എന്ന ഇന്റർവ്യൂ ആണ് വർഷങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഡൊമസ്റ്റിക് വയലൻസ് എല്ലാ വിവാഹമോചനങ്ങളുമായി ബന്ധപ്പെട്ട് പറയാറുള്ളതാണ്, ആരോപിക്കപ്പെടാറുള്ളതാണ്. അതങ്ങനെ മാത്രമാണോ? എനിക്ക് പറയാനിത് അഷെയിംഡ് വീണ. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഷെയർ ദിസ് വിത്ത് എനിബഡി. ഐ ഫെൽറ്റ് സോ അഷെയിംഡ് ഓഫ് ദീസ് തിങ്സ് ക്യാൻ ഹാപ്പൻ ടു ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ നടക്കാവോ എന്ന് പറഞ്ഞ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് തന്നെ ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ ടു ഡൈജസ്റ്റ് ആൻഡ് ടു ഗോ ത്രൂ ദാറ്റ് ആൻഡ് ഐ വാസ് അഷെയിംഡ് ടു ഷെയർ വിത്ത് എനിബഡി. അപ്പോൾ പ്രസ്സൊക്കെ ചില പേരൊക്കെ അറിഞ്ഞിട്ടും എന്നെ വിളിക്കുമ്പോഴൊക്കെ ഐ ടു പ്രിറ്റൻഡ് ദെയർസ് നത്തിങ്, ഇറ്റ്സ് ഓക്കെ, എവറിത്തിങ് ഈസ് ഫൈൻ. ഓണത്തിന് ഉടനെ ഞങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു ഫോട്ടോസൊക്കെ. ആൻഡ് ഇതൊക്കെ ഫാമിലി ഡിസ്റ്റർബൻസസ് കുറേ ഉള്ളപ്പോഴും ഹി വാസ് ഹാവിങ് അഫെയർസ് ആൻഡ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം ടു റിയലൈസ് ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല, അവൾ എത്രയും സഹിച്ചു എന്ന് എന്നെങ്കിലും ഒരു പ്രാവശ്യം വിചാരിക്കുമെന്ന് വിചാരിച്ചതാണ്. എന്തുകൊണ്ടാണ് പോലീസിന് അന്ന് കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നത്? ദാറ്റ് വാസ് ദ പ്രോമിസ് ഐ മെയ്ഡ് ടു മൈ ഫാദർ ഇൻ ലോ. എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ അങ്ങേരെയാണ് ഞാൻ അച്ഛനായിട്ട് കരുതിയിരുന്നത്. അങ്ങേര് മരിക്കുന്നവരെ ഞാൻ ആ പ്രോമിസ് കീപ്പപ്പ് ചെയ്തു. ഞാൻ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാർ മുമ്പ് വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, അടിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഐ സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ ഹൗസ്. ഐ സ്റ്റോപ്ഡ് ഗോയിങ് ആൻഡ് അക്കൗണ്ട്സ് മാത്രം ഞാൻ ഈ രാമോഹൻ നമ്മുടെ ഓഡിറ്റർ ട്രിവാൻഡ്രത്താണ്. സോ എവറി ഇയർ ഐ പേ ഹിസ് ടാക്സസ് ആൻഡ് മൈ ടാക്സസ് ഐ യൂസ് ടു പേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് 3rd വീക്കിൽ വന്നപ്പോൾ അച്ഛൻ കെയിം ടു ദ എയർപോർട്ട് ടു പിക്ക് മീ അപ്പ് ആൻഡ് ഹി സെഡ് വീട്ടിലേക്ക് പോവാം. ഐ സെഡ് ഇല്ല അച്ഛാ, പങ്കജിൽ റൂം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് വേറെ ഡ്രൈവറിൻ്റെ മുമ്പിൽ ഒന്നും സംസാരിച്ചില്ല അച്ഛൻ. സോ ഹി ഗോട്ട് ഡൗൺ വിത്ത് മീ, ഹി കെയിം അപ്പ് ടു ദ റൂം ആൻഡ് ദെൻ ഹി സെഡ് ഐ നോ വാട്ട് യു ആർ ഗോയിങ് ത്രൂ, ഐ നോ എൻ്റെ മോൻ ശരിയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ കൈ പിടിച്ചിട്ട് ഹി സെഡ് ഇത് മീഡിയയിലൊന്നും വരരുത്, മോള് സഹിക്കും. ഇന്റർവ്യൂവിൽ മുകേഷിൽ നിന്ന് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂര പീഡനങ്ങളെ കുറിച്ച് സരിത തുറന്നു പറയുന്നുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോൾ മുകേഷ് തന്റെ വയറ്റിൽ ചവിട്ടിയെന്നും വേദന കൊണ്ട് കരഞ്ഞപ്പോൾ ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറഞ്ഞ് പരിഹസിച്ചെന്നും സരിത പറയുന്നുണ്ട്. ഏത് പുതിയ കാർ ഇറങ്ങിയാലും അത് വാങ്ങി നൽകി താൻ മുകേഷിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എന്ന് സരിത പറയുന്നു. അവർ മുകേഷിന് വേണ്ടി തന്റെ ചെന്നൈയിലെ കോടിക്കണക്കിന് രൂപ വിലയുള്ള 12 സ്ഥലങ്ങളാണ് നഷ്ടപ്പെടുത്തേണ്ടി വന്നെന്നും അതൊക്കെ കൊടുത്തിട്ടാണ് മുകേഷിന് ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് ആഡ് ചെയ്യാൻ വാങ്ങുന്നത്. എല്ലാം മുകേഷിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്നതിനായിരുന്നു. ഒരു ഘട്ടത്തിൽ മുകേഷിന്റെ അടക്കം ടാക്സ് താനാണ് അടച്ചിരുന്നത് എന്നും അവർ വെളിപ്പെടുത്തുന്നുണ്ട്. മുകേഷ് മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞത് ടെലിവിഷനിലൂടെയാണ്. അന്ന് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല. അച്ഛൻ വിവാഹം കഴിക്കണമെന്ന് മകൻ ആവശ്യപ്പെട്ടുവെന്ന് മുകേഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളും സരിത തള്ളിക്കളയുന്നുണ്ട്. എന്റെ മകൻ ഇതൊന്നും അറിയുന്നില്ല, അവൻ ക്ലാസ്സിലായിരുന്നു, പതിവിൽ നേരത്തെ അവൻ അന്ന് വീട്ടിലെത്തി. കോളേജിലെ പിള്ളേരൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും, അതാവാം കാരണം. അവന്റെ മുഖം ആകെ ചുവന്നിരുന്നു. എനിക്ക് അവന്റെ അടുത്ത് പോയി സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ വാർത്ത ആദ്യം കേട്ടത് ഞാനാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത്. ആകെ വിറച്ച് മരവിച്ചു പോയിരുന്നു. ഞങ്ങൾ 3 പേർക്കും അതൊരു ഷോക്കായിരുന്നു എന്നാണ് സരിത പറയുന്നത്. ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ നടക്കുമോ? ഞാൻ സിനിമയിൽ അതൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടേയില്ല. എനിക്കിതൊക്കെ പുറത്തു പറയാൻ നല്ല നാണക്കേടായിരുന്നു. മീഡിയക്കാർ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രശ്നവും ഞങ്ങൾ തമ്മിലില്ല എന്ന്. ഉടനെ തന്നെ എല്ലാവരെയും ബോധിപ്പിക്കാൻ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഓണം ഫോട്ടോഷൂട്ട് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ചെയ്യുന്നത് തെറ്റാണെന്ന തിരിച്ചറിവ് മുകേഷിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. മുകേഷിന്റെ പിതാവിന് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. അദ്ദേഹത്തെ ഓർത്താണ് ഞാൻ ഇക്കാര്യങ്ങളൊന്നും ഇതുവരെയും തുറന്നു പറയാതിരുന്നത്. വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം മുകേഷിന്റെ പിതാവ് ഒരിക്കൽ തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും താൻ അതിന് തയ്യാറായില്ല എന്നും സരിത പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം എന്റെ കൈ പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്റെ മകൻ ശരിയല്ല എന്ന് എനിക്കറിയാം, ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയരുതെന്നും മോൾ ഇതൊക്കെ സഹിക്കണമെന്നും മുകേഷിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം വരെ താൻ ഈ വാക്ക് പാലിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ തന്റെ നിശബ്ദത തെറ്റിദ്ധരിക്കപ്പെട്ടതിനാലാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതും എനിക്കറിയില്ലായിരുന്നു ഇത്രയും ക്ഷമ എന്നിൽ ഉണ്ടായിരുന്നുവെന്നും സരിത പറയുന്നുണ്ട്. എന്റെ ശക്തി എന്നും എന്റെ മക്കളാണ് എന്ന് സരിത അഭിമുഖത്തിൽ പറയുന്നു. മക്കളുടെ ഒരു കാര്യത്തിലും മുകേഷ് ശ്രദ്ധ കാണിച്ചിട്ടില്ലായിരുന്നു. ഒരു ചിലവുകളും എന്റെ കുട്ടിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മകന് അസുഖമാണെന്നുള്ള കാര്യം ഞാൻ വിളിച്ചറിയിച്ചപ്പോൾ
താൻ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള അഭിനയമല്ലേ ഇതെന്നായിരുന്നു മുകേഷിന്റെ മറുപടി. തന്റെ സിനിമാ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നത് പോലും മുകേഷിന് വേണ്ടിയാണെന്നും അത് തന്റെ തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ അക്കാര്യത്തിൽ സങ്കടമില്ല എന്നും സരിത പറയുന്നുണ്ട്. മുകേഷുമായുള്ള വിവാഹത്തിന് ശേഷം 5 വർഷത്തെ ഗ്യാപ്പ് എടുത്ത് തനിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ മുകേഷ് ഇടപെട്ട് അത് മുടക്കിയെന്നും സരിത ആരോപിക്കുന്നുണ്ട്. കമൽ തമിഴിൽ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു അതെന്നും സരിത വെളിപ്പെടുത്തിയിട്ടുണ്ട്. Where entertainment means information. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.